നമസ്കാരം. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സജിത്ത്, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഗവൺമെൻറ് ITI, SCDD, നീലേശ്വരം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിലെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ടേമിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന മോഡ്യൂളിലെ ലൈം അഥവാ കുമ്മായം എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Objectives. At the end of this lesson you shall be able to. ആദ്യമായി ഒബ്ജക്റ്റീവ്സ് അഥവാ ലക്ഷ്യങ്ങളാണ്. അതായത് ഈ പാഠഭാഗം പഠിച്ചതിന് ശേഷം നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിൽ അറിവ് നേടുന്നു എന്നതിനെ പറ്റിയാണ് പറയുവാൻ പോകുന്നത്. Define lime, classify lime, state the properties or characteristics of lime, explain the manufacturing of lime, describe the uses of lime, compare fat lime and hydraulic lime, explain the tests for lime, list out the precautions in handling lime. അതായത് കുമ്മായത്തിൻ്റെ നിർവചനം എന്താണെന്നും അതിൻ്റെ തരംതിരിവുകൾ ഏതൊക്കെയാണെന്നും ലൈമിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും ലൈം നിർമ്മാണം എങ്ങനെയാണെന്നും ലൈമിൻ്റെ ഉപയോഗങ്ങൾ ഏതൊക്കെയാണെന്നും ഫാറ്റ് ലൈമും ഹൈഡ്രോളിക് ലൈമും തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണെന്നും ലൈമിൻ്റെ പരിശോധനകൾ ഏതൊക്കെയാണെന്നും ലൈം അഥവാ കുമ്മായം ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നുമൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ പാഠഭാഗത്തിലൂടെ നാം പ്രാവീണ്യരാകുന്നു. Definition of lime. കുമ്മായം അതിൻ്റെ നിർവചനമാണ് ഇനി പറയുവാൻ പോകുന്നത്. എ പൗഡർ ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് ഓർ ബേണിംഗ് കാൽഷ്യം കാർബണേറ്റ് or CaCO3 which is in the form of limestone, shells of sea animals, conker, coral, etc. is called lime. കാൽസ്യം കാർബണേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പൗഡർ അഥവാ പൊടിയാണ് ലൈം അഥവാ കുമ്മായം. സ്വതന്ത്ര രൂപത്തിൽ ലഭിക്കാത്ത കാൽസ്യം കാർബണേറ്റ് ലൈംസ്റ്റോൺ, സമുദ്രജീവികളുടെ പുറന്തോട്, കങ്കർ, പവിഴപ്പുറ്റ് രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നു. ഇവയിൽ ഏതെങ്കിലും നല്ല ഊഷ്മാവിൽ ചൂടാക്കുമ്പോൾ പൊടി രൂപത്തിലുള്ള കുമ്മായം നമുക്ക് ലഭിക്കുന്നു. Above picture shows lime, limestone, conker, coral, shells of sea animals, etc. in clockwise direction. നിങ്ങൾ കാണുന്ന ഈ ചിത്രത്തിൽ ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ ലൈം, ലൈംസ്റ്റോൺ, കങ്കർ, കോറൽ അഥവാ പവിഴപ്പുറ്റ്, ഷെൽസ് ഓഫ് സീ അനിമൽസ് അഥവാ സമുദ്രജീവികളുടെ പുറന്തോട് എന്നിവ കാണാം. Classification of lime as per IS 712 1973. ലൈം അഥവാ കുമ്മായത്തിൻ്റെ പല തരങ്ങളെക്കുറിച്ച് ആണ് ഇനി പറയുവാൻ പോകുന്നത്. അതായത് ആസ് പെർ IS 712 1973 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 712 1973 പ്രകാരമുള്ള തരങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ക്ലാസ് എ, eminently hydraulic lime which can be used for structural works such as arches, domes, etc. ക്ലാസ് എ എന്നത് ഒന്നാമത്തെ തരമാണ്. അത് എമിനൻലി ഹൈഡ്രോളിക് ലൈം എന്നറിയപ്പെടുന്നു. ഇത്തരം കുമ്മായം ആർച്ചുകളുടെയും ഡോമുകളുടെയും ഘടന രൂപകൽപ്പന ചെയ്യുവാൻ ഉപയോഗിക്കാം. ക്ലാസ് ബി, സെമി ഹൈഡ്രോളിക് ലൈം വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ കൺസ്ട്രക്റ്റിംഗ് മേസൺറി. രണ്ടാമത്തേത് ക്ലാസ് ബി, സെമി ഹൈഡ്രോളിക് ലൈം എന്നറിയപ്പെടുന്നു. ഇത് മേസൺറി അഥവാ ചുമരുകെട്ട് നിർമ്മാണത്തിന് ഉപയോഗിക്കാം. ക്ലാസ് സി, ഫാറ്റ് ലൈം വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് കോട്ട് ഇൻ പ്ലാസ്റ്ററിംഗ്, വൈറ്റ് വാഷിംഗ്, മേസൺറി മോർട്ടാർ, എക്സെട്ര. ക്ലാസ് സി എന്നത് ഫാറ്റ് ലൈം എന്നറിയപ്പെടുന്നു. ഇത്
പ്ലാസ്റ്ററിംഗ്, വൈറ്റ് വാഷിംഗ് എന്നീ പ്രവൃത്തികൾക്കുള്ള ഫിനിഷിംഗ് കോട്ടിനും ചുമരുകെട്ടിനുള്ള മോർട്ടാർ നിർമ്മാണത്തിനും ഉപയോഗിക്കാം. ക്ലാസ് ഡി magnesium or dolomite lime which can be used for finishing coat in plastering and whitewashing. നാലാമത്തെ തരം ക്ലാസ് ഡി മാഗ്നീഷ്യം അല്ലെങ്കിൽ ഡോളമൈറ്റ് ലൈം എന്നറിയപ്പെടുന്നു. ഇത്തരം കുമ്മായം പ്ലാസ്റ്ററിംഗ്, വൈറ്റ് വാഷിംഗ് എന്നീ പ്രവൃത്തികൾക്കുള്ള ഫിനിഷിംഗ് കോട്ട് ചെയ്യുവാൻ ഉപയോഗിക്കാം. ക്ലാസ് ഇ കങ്കർ ലൈം which can be used for masonry mortar. അഞ്ചാമത്തെ തരം ക്ലാസ് ഇ കങ്കർ ലൈം എന്നറിയപ്പെടുന്നു. ഇത്തരം കുമ്മായം ചുമർകെട്ടിനുള്ള ചാന്ത് നിർമ്മാണത്തിന് ഉപയോഗിക്കാം. ക്ലാസ് എഫ് സിലീഷ്യസ് ഡോളമൈറ്റ് ലൈം which can be used for undercoat and finishing coat of plaster. അവസാനമായി ക്ലാസ് എഫ് ആണ് സിലീഷ്യസ് ഡോളമൈറ്റ് ലൈം എന്നറിയപ്പെടുന്നു. ഇത്തരം കുമ്മായം പ്ലാസ്റ്ററിംഗ് അഥവാ തേപ്പ് പണിക്കുള്ള അണ്ടർ കോട്ടിനും ഫിനിഷിംഗ് കോട്ടിനും ഉപയോഗിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം ബേസ്ഡ് ഓൺ ദെയർ പ്രോപ്പർട്ടീസ്. ഗുണങ്ങൾ അനുസരിച്ചുള്ള ലൈം അഥവാ കുമ്മായത്തിൻ്റെ തരംതിരിവുകളാണ് അടുത്തതായി പറയുവാൻ പോകുന്നത്. റിച്ച് ഓർ ഫാറ്റ് ഓർ കോമൺ ഓർ ഹൈ കാൽഷ്യം or air or pure or white lime containing up to 5% impurities which can be used for finishing coat in plastering, whitewashing, masonry mortar, etc. Rich അല്ലെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ കോമൺ അല്ലെങ്കിൽ ഹൈ കാൽഷ്യം അല്ലെങ്കിൽ എയർ അല്ലെങ്കിൽ പ്യുവർ അല്ലെങ്കിൽ വൈറ്റ് ലൈം എന്നറിയപ്പെടുന്ന ഇത്തരം ലൈം അതിൽ 5% വരെ മാത്രമേ ഇംപ്യൂരിറ്റീസ് അഥവാ മാലിന്യങ്ങൾ അടങ്ങിയിട്ടുള്ളൂ. ഇത്തരം ലൈം പ്ലാസ്റ്ററിങ്ങിനും വൈറ്റ് വാഷിങ്ങിനും ഫിനിഷിംഗ് കോട്ടായും മേസൺറി മോർട്ടാറായും ഉപയോഗിക്കാം. ഹൈഡ്രോളിക് ഓർ വാട്ടർ ലൈം containing 5 to 30% of impurities which are classed as slightly, moderately and eminently which can be used in damp places. ഹൈഡ്രോളിക് അല്ലെങ്കിൽ വാട്ടർ ലൈം എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ തരത്തിൽ 5% മുതൽ 30% വരെ മാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ ലൈമിനെ സ്ലൈറ്റ്ലി, മോഡറേറ്റ്ലി, എമിനൻ്റ്ലി എന്നിങ്ങനെ തരംതിരിച്ചിട്ടുമുണ്ട്. ഈർപ്പത്തിൻ്റെ അഥവാ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം കുമ്മായം ഉപയോഗിക്കാം. പുവർ ഓർ ലീൻ ലൈം containing more than 30% of impurities which can be used for making poor mortar for inferior structures. പുവർ അല്ലെങ്കിൽ ലീൻ ലൈം എന്നറിയപ്പെടുന്ന ഇത്തരം ലൈം അതിൽ 30% കൂടുതൽ മാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ലൈം പ്രാധാന്യമല്ലാത്ത പ്രവൃത്തികൾക്ക് ഗുണം കുറഞ്ഞ മോർട്ടാർ നിർമ്മിക്കുവാൻ ഉപയോഗിക്കാം. കാർബൈഡ് ലൈം. It is a by-product of manufacturing of acetylene which can be used for mortar for plastering. കാർബൈഡ് ലൈം എന്ന ഇത്തരം ലൈം അസറ്റിലിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ബൈ പ്രോഡക്റ്റായി അല്ലെങ്കിൽ ഉപോൽപ്പന്നമായി ലഭിക്കുന്നതാണ്. ഇത്തരം ലൈം പ്ലാസ്റ്ററിങ്ങിനുള്ള മോർട്ടാർ നിർമ്മിക്കുവാൻ ഉപയോഗിക്കാം. പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈം. അടുത്തതായി ലൈമിൻ്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ചാണ് പഠിക്കുവാൻ പോകുന്നത്. ഈസിലി വർക്കബിൾ, എളുപ്പത്തിൽ പ്രവൃത്തി ചെയ്യുവാൻ പറ്റുന്നതാണ്. പൊസസസ് ഗുഡ് പ്ലാസ്റ്റിസിറ്റി, നല്ല പശിമത്വം അഥവാ വഴക്കം പ്രദാനം ചെയ്യുന്നു. സ്റ്റിഫൻസ് ഈസിലി, എളുപ്പത്തിൽ കട്ട പിടിക്കുന്നു. പ്രൊവൈഡ് സ്ട്രെങ്ത് ടു ദ മേസൺറി, ചുമറുകെട്ടിന് ബലം കൊടുക്കുന്നു. ഓഫേഴ്സ് ഗുഡ് റെസിസ്റ്റൻസ് ടു മോയ്സ്ചർ, ഈർപ്പത്തിനെ പ്രതിരോധിക്കുന്നു. ആൻ എക്സലൻറ്റ് സിമെൻറ്റിംഗ് മെറ്റീരിയൽ which adheres to the masonry units perfectly. ഒരു മികച്ച സിമെൻറ്റിംഗ് മെറ്റീരിയലായ ലൈം ചുമർകെട്ടിലെ കല്ല്, ഇഷ്ടിക എന്നിവ മികച്ച രീതിയിൽ ഒട്ടിച്ച് ചേർത്ത് വെക്കുന്നു. ലൈം മോർട്ടാർ പ്രൂവ്സ് ഡ്യൂറബിൾ ഡ്യൂ ടു ലോ ഷ്രിങ്കേജ് ഇൻ ഡ്രൈയിങ്. കുറഞ്ഞ രീതിയിലുള്ള ചുരുങ്ങൽ ഉള്ളതിനാൽ ലൈം മോർട്ടാർ ഈട് നിൽക്കുന്നതാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ലൈമിൻ്റെ
ഗുണവിശേഷങ്ങൾ. മാനുഫാക്ചറിംഗ് ഓഫ് ലൈം. ലൈം അഥവാ കുമ്മായത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പ്രധാനമായും 3 പ്രക്രിയകളാണ് ഉള്ളത്. 1 കളക്ഷൻ ഓഫ് ലൈംസ്റ്റോൺ, 2 കാൽസിനേഷൻ ഓഫ് ലൈംസ്റ്റോൺ, 3 സ്ലേക്കിംഗ് ഓഫ് ബേൺഡ് ലൈം. ഇവ ഓരോന്നായി പറയാം. കളക്ഷൻ ഓഫ് ലൈംസ്റ്റോൺ. Limestone or calcium carbonate of required quality and quantity are collected at the site of work. ലൈംസ്റ്റോൺ അഥവാ കുമ്മായക്കല്ലുകളുടെ ശേഖരിക്കൽ ആണ് ആദ്യത്തെ പ്രക്രിയ. ആവശ്യമായ ഗുണമേന്മയുള്ളതും ആവശ്യമായ അളവിലുള്ളതുമായ ലൈംസ്റ്റോൺ അഥവാ കാൽസ്യം കാർബണേറ്റ് നമ്മൾ ശേഖരിക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലെ ലൈംസ്റ്റോണിന് പകരം കങ്കറോ കോറലോ സമുദ്രജീവികളുടെ പുറന്തോടോ ആവാം. ഇതിലൊക്കെ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട്. കാൽസിനേഷൻ ഓഫ് ലൈംസ്റ്റോൺ. This is the process of heating the limestone to a very high temperature, about 850 degrees Celsius to 1340 degrees Celsius. This is also known as burning of limestone. The burning helps lime to become soluble in water. Burning process should be done either in kilns or in clamps. Lime which is obtained by calcination is known as quicklime, CaO or calcium oxide. രണ്ടാമത്തെ പ്രക്രിയ കാൽസിനേഷൻ ഓഫ് ലൈംസ്റ്റോൺ ആണ്. അതായത് ലൈംസ്റ്റോണിൻ്റെ കാൽസിനേഷൻ പ്രക്രിയ. 850 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1340 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ ലൈംസ്റ്റോണിനെ ചൂടാക്കുന്ന പ്രക്രിയയാണ് ഇത്. ഇതിനെ ബേണിംഗ് ഓഫ് ലൈംസ്റ്റോൺ എന്നും പറയുന്നു. വെള്ളത്തിൽ അലിയുന്നതിനുള്ള കഴിവ് ലൈമിന് ലഭിക്കുന്നത് ഈ പ്രക്രിയയിലൂടെയാണ്. ബേണിംഗ് പ്രോസസ്സ് സാധാരണ കിൻ അഥവാ ചൂളയിലോ ക്ലാമ്പ് അഥവാ ചെറു ചൂളയിലോ വെച്ചാണ് നടത്തുന്നത്. കാൽസിനേഷൻ പ്രക്രിയയിലൂടെ നമുക്ക് ലഭിക്കുന്ന ലൈമിനെ ക്വിക്ക് ലൈം അഥവാ കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നു. സ്ലേക്കിംഗ് ഓഫ് ബേൺഡ് ലൈം. When water is added to quicklime, a chemical reaction takes place. The quicklime cracks, swells, and falls into powder form. This process is known as slaking. The product obtained by slaking of quicklime is known as slaked lime or hydrated lime or calcium hydroxide. അവസാനമായിട്ടുള്ള പ്രക്രിയയാണ് സ്ലേക്കിംഗ് ഓഫ് ബേൺഡ് ലൈം അഥവാ കുമ്മായം നീറ്റുന്ന പ്രക്രിയ. അതായത് ക്വിക്ക് ലൈമിൽ വെള്ളം ചേർക്കുമ്പോൾ ഒരു രാസ പ്രതിപ്രവർത്തനം അവിടെ ഉണ്ടാവുകയും ക്വിക്ക് ലൈം ചൂടുവായു പുറത്തുവിട്ട് വീർത്ത് വന്ന് വിണ്ടുകീറി പൊടിയായി മാറുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് സ്ലേക്കിംഗ്. സ്ലേക്കിങ്ങിന് ശേഷം ലഭിക്കുന്ന ലൈമാണ് സ്ലേക്കഡ് ലൈം അഥവാ ഹൈഡ്രേറ്റഡ് ലൈം അഥവാ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കെമിക്കൽ പ്രോസസ് ഓൺ ലൈം. ലൈം അല്ലെങ്കിൽ കുമ്മായത്തിലുള്ള രാസപ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഒരു ഡയഗ്രം അഥവാ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ചിത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ലൈംസ്റ്റോൺ അഥവാ കാൽസ്യം കാർബണേറ്റിനെ ചൂടാക്കുന്നു. അത് ക്വിക്ക് ലൈം അഥവാ കാൽസ്യം ഓക്സൈഡായി മാറുന്നു. അതിലേക്ക് വാട്ടർ അഥവാ വെള്ളം ചേർക്കുന്നു. അപ്പോൾ അത് സ്ലേക്കഡ് ലൈം അഥവാ കാൽസ്യം ഹൈഡ്രോക്സൈഡായി മാറുന്നു. അത് വീണ്ടും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് വീണ്ടും കാൽസ്യം കാർബണേറ്റായി ദൃഢമാകുന്നു. ഈ ഡയഗ്രാം ലൈം സൈക്കിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. യൂസസ് ഓഫ് ലൈം. കുമ്മായത്തിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഇനി പറയുവാൻ പോകുന്നത്. യൂസ്ഡ് ആസ് എ മാട്രിക്സ് ഫോർ കോൺക്രീറ്റ് ആൻഡ് മോർട്ടാർ. കോൺക്രീറ്റിലും മോർട്ടാറിലും ലൈം ചേർക്കുകയാണെങ്കിൽ അതൊരു മെട്രിക്സ് അഥവാ ത്വരകമായി പ്രവർത്തിക്കുന്നു. യൂസ്ഡ് ആസ് ബൈൻഡിങ് മെറ്റീരിയൽ ഇൻ മോർട്ടാർ ഫോർ യൂസ് ഇൻ ബ്രിക്ക് ആൻഡ് സ്റ്റോൺ മേസൺറി. ബ്രിക്ക് മേസൺറിക്കും സ്റ്റോൺ മേസൺറിക്കും മോർട്ടാർ നിർമ്മിക്കുവാൻ ലൈം ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഫോർ പ്ലാസ്റ്ററിംഗ് വാൾസ്, സീലിംഗ് എക്സെട്ര. ചുമരും സീലിംഗും പ്ലാസ്റ്ററിംഗ് അഥവാ തേപ്പ് ചെയ്യുവാൻ ലൈം ഉപയോഗിക്കുന്നു. ഫോർ വൈറ്റ് വാഷിംഗ് ആൻഡ് ആസ് എ ബേസ് കോട്ട് ഫോർ ഡിസ്റ്റംബേഴ്സ്. വൈറ്റ് വാഷിങ്ങിനും ഡിസ്റ്റംബറിനും ബേസ് കോട്ടായും ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഫോർ നോട്ടിംഗ് ഓഫ് ടിമ്പർ വർക്ക് ബിഫോർ പെയിൻറ്റിംഗ്. മരവസ്തുക്കൾ പെയിൻറ് ചെയ്യുന്നതിന് മുമ്പായി
പോഡുകളും വിടവുകളും ഉണ്ടെങ്കിൽ അത് അടയ്ക്കുവാൻ ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ സ്റ്റോൺ, ലൈം സാൻഡ് ബ്രിക്ക്, ഫോം സിലിക്കേറ്റ് പ്രൊഡക്ട്സ് എക്സെട്ര. ആർട്ടിഫിഷ്യൽ സ്റ്റോൺ, ലൈം സാൻഡ് ബ്രിക്ക്, ഫോം സിലിക്കേറ്റ് പ്രൊഡക്റ്റ് എന്നിവയുടെ നിർമ്മാണത്തിന് ലൈം ഉപയോഗിക്കുന്നു. യൂസ്ഡ് ആസ് എ ഫ്ലക്സ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സ്റ്റീൽ. സ്റ്റീൽ അഥവാ ഇരുമ്പ് നിർമ്മാണത്തിൽ ഫ്ലക്സ് അഥവാ സ്രവണമായി ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ്, ഗ്ലാസ് ആൻഡ് പെയിൻറ്റ്സ്. സിമെൻറ്റ്, ഗ്ലാസ്, പെയിൻറ്റ് എന്നിവയുടെ നിർമ്മാണത്തിന് ലൈം ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഫോർ സോയിൽ സ്റ്റെബിലൈസേഷൻ ആൻഡ് ഫോർ ഇംപ്രൂവിംഗ് സോയിൽ ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്. കൃഷി ആവശ്യത്തിനായി മണ്ണൊരുക്കുമ്പോൾ മണ്ണിനെ പുഷ്ടിപ്പെടുത്തുവാനും മണ്ണിൻ്റെ ഗുണം വർദ്ധിപ്പിക്കുവാനും ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഗുഡ് സാനിറ്ററി കണ്ടീഷൻസ് ഇൻ ഫോൾ, ഡാം ആൻഡ് ഫിൽത്തി പ്ലേസസ്, ഫോർ സീവേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. മലിനമായതും ദുർഗന്ധമുള്ളതും വെള്ളം കെട്ടിക്കിടക്കുന്നതുമായ ഇടങ്ങൾ ശുചിയാക്കുവാനും അഴുക്കുചാൽ വൃത്തിയാക്കുവാനും വെള്ളം ശുദ്ധീകരിക്കുന്നതിനും ലൈം ഉപയോഗിക്കുന്നു. എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം ക്യാൻ ബി യൂസ്ഡ് ഫോർ മേസൺറി വർക്ക് ബിലോ ഗ്രൗണ്ട് ലെവൽ. ഭൂമിക്കടിയിലുള്ള ചുമരുകെട്ട് അഥവാ മേസൺറി വർക്കുകൾക്ക് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം ഉപയോഗിക്കുന്നു. വെൻ മിക്സഡ് വിത്ത് പോർട്ട്ലാൻഡ് സിമെൻറ്റ്, the mortar get valuable properties that replaces the costly cement plaster and serves as a plasticizer. പോർട്ട്ലാൻഡ് സിമെൻറ്റുമായി ചേർത്ത് മോർട്ടാറായി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഗുണമേന്മ ലഭിക്കുകയും അതുവഴി സിമെൻറ്റിൻ്റെ ചെലവ് കുറക്കുവാനും പറ്റുന്നു. ഇതിൽ ലൈം ഒരു പ്ലാസ്റ്റിസൈസർ അഥവാ വഴക്കം അഥവാ പശിമത്വം നൽകുന്ന വസ്തുവായി പ്രവർത്തിക്കുന്നു. ഇത്രയുമാണ് ലൈമിൻ്റെ ഉപയോഗങ്ങൾ. കമ്പാരിസൺ ബിറ്റ്വീൻ ഫാറ്റ് ലൈം ആൻഡ് ഹൈഡ്രോളിക് ലൈം. ഫാറ്റ് ലൈമും ഹൈഡ്രോളിക് ലൈമും തമ്മിലുള്ള താരതമ്യമാണ് നിങ്ങൾ ഇനി പഠിക്കുവാൻ പോകുന്നത്. ഫാറ്റ് ലൈം. 1. Composition. It is obtained from pure carbonate of lime and containing only 5% of impurities. Hydraulic lime. Composition. It is obtained from limestones containing 5 to 30% of impurities. ഫാറ്റ് ലൈമിൽ 5% മാത്രമേ ഇംപ്യൂരിറ്റീസ് അഥവാ മാലിന്യങ്ങൾ അടങ്ങിയിട്ടുള്ളൂ. എന്നാൽ ഹൈഡ്രോളിക് ലൈമിൽ 5% മുതൽ 30% വരെ മാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കോമ്പോസിഷനിലുള്ള അഥവാ മിശ്രണത്തിലുള്ള വ്യത്യാസം. സ്ലേക്കിംഗ് ആക്ഷൻ. ഫാറ്റ് ലൈം. ഇറ്റ് സ്ലേക്സ് വിഗറസ്ലി. ഇറ്റ്സ് വോളിയം ഇൻക്രീസ് ടു അബൌട്ട് 2 to 2.5 times. The slaking is accompanied by heat and sound. Hydraulic lime. It slakes slowly. Its volume slightly increased. The slaking is not accompanied by heat and sound. ഫാറ്റ് ലൈമിൽ സ്ലേക്കിംഗ് പ്രക്രിയ വളരെ ശക്തമായി വേഗത്തിൽ നടക്കുന്നു. വ്യാപ്തം 2 മുതൽ 2.5 മടങ്ങ് വരെ വർദ്ധിക്കുന്നു. സ്ലേക്കിംഗ് നടക്കുമ്പോൾ ചൂടും നല്ല ശബ്ദവും ഉണ്ടാകുന്നു. എന്നാൽ ഹൈഡ്രോളിക് ലൈമിൻ്റെ കാര്യത്തിൽ സ്ലേക്കിംഗ് വളരെ പതുക്കെയാണ് നടക്കുന്നത്. ചൂടോ ശബ്ദമോ ഉണ്ടാകുന്നില്ല. ഫാറ്റ് ലൈം. സെറ്റിംഗ് ആക്ഷൻ. ഇറ്റ് സെറ്റ്സ് സ്ലോലി ഇൻ പ്രസൻസ് ഓഫ് എയർ. ഇറ്റ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ഫ്രം അറ്റ്മോസ്ഫിയർ ആൻഡ് ഫോംസ് കാൽസ്യം കാർബണേറ്റ്. ഹൈഡ്രോളിക് ലൈം. സെറ്റിംഗ് ആക്ഷൻ. ഇറ്റ് സെറ്റ്സ് അണ്ടർ വാട്ടർ ആൻഡ് ഫോംസ് crystals of hydrated tricalcium silicate. ഫാറ്റ് ലൈം വായുവിൻ്റെ സാന്നിധ്യത്തിൽ വളരെ പതുക്കെ സെറ്റ് ചെയ്യുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് അത് കാൽസ്യം കാർബണേറ്റായി മാറുന്നു. എന്നാൽ ഹൈഡ്രോളിക് ലൈം വെള്ളത്തിനടിയിലും സെറ്റാകുന്നു. അവ ഹൈഡ്രേറ്റഡ് ട്രൈകാൽസ്യം സിലിക്കേറ്റ് പരലുകളായി മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ സെറ്റിംഗ് ആക്ഷനിലുള്ള താരതമ്യം. Fat lime. Hydrolicity. It does not possess hydraulic property. Hydraulic lime. Hydrolicity. It possesses hydraulic property. ഫാറ്റ് ലൈമിന് ഹൈഡ്രോളിക് പ്രോപ്പർട്ടി ഇല്ല. എന്നാൽ ഹൈഡ്രോളിക് ലൈമിന് ഹൈഡ്രോളിക് പ്രോപ്പർട്ടി അഥവാ വെള്ളത്തിൽ സെറ്റായി ബലം നേടുന്ന ഗുണം ഉണ്ട്. ഫാറ്റ് ലൈം. കളർ. It is perfectly white in color. Hydraulic lime. Color. Its color is not so white as fat lime.
ഫാറ്റ് ലൈമിന് നല്ല വെള്ള നിറമാണെങ്കിൽ ഹൈഡ്രോളിക് ലൈമിന് അത്രത്തോളം വെള്ള നിറം ഇല്ല എന്നതാണ് അതിൻ്റെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള താരതമ്യം. ഫാറ്റ് ലൈം strength. It is not very strong, hence it cannot be used where strength is required. Hydraulic lime strength. It is strong, hence it can be used where strength is required. ഫാറ്റ് ലൈമിന് അത്ര ബലമില്ല, അതിനാൽ സ്ട്രെങ്ത് ആവശ്യമല്ലാത്ത ഇടങ്ങളിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഹൈഡ്രോളിക് ലൈമിന് നല്ല ബലമുണ്ട്, ആയതിനാൽ സ്ട്രെങ്ത് ആവശ്യമുള്ള ഇടങ്ങളിൽ ഹൈഡ്രോളിക് ലൈം ഉപയോഗിക്കുന്നു. ഇതാണ് സ്ട്രെങ്ത് അഥവാ ബലം അനുസരിച്ചുള്ള താരതമ്യം. ഫാറ്റ് ലൈം uses. It is used for plastering, whitewashing and for preparing mortar with sand or surki. Hydraulic lime uses. It is used for preparing mortar for thick walls, dam places, etc. ഫാറ്റ് ലൈം പ്ലാസ്റ്ററിങ്ങിനും വൈറ്റ് വാഷിങ്ങിനും ഉപയോഗിക്കുന്നു. കൂടാതെ മണലുമായോ സുർക്കിയുമായോ ചേർത്ത് മോർട്ടാർ തയ്യാറാക്കുവാൻ ഉപയോഗിക്കുന്നു. എന്നാൽ ഹൈഡ്രോളിക് ലൈം വളരെ കനം കൂടിയ ചുമരുകളുടെ നിർമ്മാണത്തിനുള്ള മോർട്ടാറായും ഈർപ്പമുള്ള സ്ഥലങ്ങളിലുള്ള നിർമ്മാണങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് ഫാറ്റ് ലൈമും ഹൈഡ്രോളിക് ലൈമും തമ്മിലുള്ള താരതമ്യം. Tests for lime. Laboratory tests as per IS 6932/1973 and field test as per IS 6924/1974. ഇനി പറയുന്നത് ലൈം അഥവാ കുമ്മായത്തിൻ്റെ ടെസ്റ്റ് അഥവാ പരിശോധനകളെ കുറിച്ചാണ്. ലബോറട്ടറി ടെസ്റ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 6932 1973 പ്രകാരവും ഫീൽഡ് ടെസ്റ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 6924 1974 പ്രകാരവുമാണ് നടത്തുന്നത്. ഓരോന്നായി പറയാം. വിഷ്വൽ എക്സാമിനേഷൻ. The purpose of this test is to assess the color of lime, like pure white or not. ആദ്യത്തേത് വിഷ്വൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ പരിശോധനയാണ്. നോക്കിയുള്ള പരിശോധനയാണിത്. അതിലൂടെ നമ്മൾ ലൈമിൻ്റെ നിറം എന്താണെന്ന് നോക്കി മനസ്സിലാക്കുന്നു. അതായത് ശുദ്ധമായ വെള്ള നിറമാണോ അല്ലയോ എന്നൊക്കെ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ടെസ്റ്റ്. The purpose of this test is to assess the classification and calcium carbonate content of lime. രണ്ടാമത്തേത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടെസ്റ്റ് ആണ്. ഈ ടെസ്റ്റിലൂടെ ലൈമിൻ്റെ തരംതിരിവ് നടത്തുവാനും കാൽസ്യം കാർബണേറ്റ് എത്രത്തോളം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനും നമുക്ക് കഴിയുന്നു. ബോൾ ടെസ്റ്റ്. The purpose of this test is to assess the classification of lime. മൂന്നാമത്തെ ടെസ്റ്റ് ബോൾ ടെസ്റ്റ് ആണ്. ഇതിലൂടെ ലൈമിൻ്റെ തരംതിരിവ് നമുക്ക് നടത്താം. അതായത് പലതരത്തിലുള്ള ലൈമുകളായി നമുക്ക് തരംതിരിക്കാൻ ബോൾ ടെസ്റ്റ് ഉപയോഗിക്കുന്നു. Impurity test. The purpose of this test is to assess the quality of lime. അടുത്തത് ലൈമിൻ്റെ ഇംപ്യൂരിറ്റി ടെസ്റ്റ് ആണ്. ലൈമിൻ്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നതിനാണ് ഈ പരിശോധന. Plasticity test. The purpose of this test is to assess the plasticity of lime. അടുത്തത് പ്ലാസ്റ്റിസിറ്റി ടെസ്റ്റ് ആണ്. ഇതിലൂടെ ലൈമിന് എത്രത്തോളം പശിമത്വം അഥവാ വഴക്കമുണ്ടെന്ന് കണ്ടെത്തുന്നു. അവസാനമായി വർക്കബിലിറ്റി ടെസ്റ്റ്. The purpose of this test is to assess the workability of lime. വർക്കബിലിറ്റി ടെസ്റ്റ് ആണ് അവസാനമായിട്ട് പറയുന്നത്. ലൈമിൻ്റെ വർക്കബിലിറ്റി അഥവാ പ്രവൃത്തി പാടവം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തുന്നത് ഈ ടെസ്റ്റിലൂടെയാണ്. പ്രിക്വേഷൻസ് ഇൻ ഹാൻഡ്ലിംഗ് ലൈം. ലൈം അഥവാ കുമ്മായം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അഥവാ മുൻകരുതലുകളെക്കുറിച്ചാണ് ഇനി പറയുവാൻ പോകുന്നത്. ഇത് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗമാണ്. The quicklime should not be allowed to come in contact with water before slaking. സ്ലേക്കിങ്ങിന് മുൻപേ ക്വിക്ലൈം ഒരിക്കലും വെള്ളവുമായി സമ്പർക്കത്തിലാകുവാൻ അനുവദിക്കരുത്.
Provide facilities for workers like goggles for eyes, respirator for nose and throat protection, rubber gloves for hands, gum boots for legs, skin protecting cream or oil for skin, and there should be provision for adequate quantity of water also. ലൈം അഥവാ കുമ്മായം കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികൾക്ക് സുരക്ഷാ മുൻകരുതലുകൾ അനുവദിക്കേണ്ടതാണ്. അതായത് കണ്ണുകൾക്ക് സംരക്ഷണം നൽകുന്ന കണ്ണട, മൂക്കിൻ്റെയും തൊണ്ടയുടെയും സംരക്ഷണത്തിന് മാസ്ക് പോലുള്ള റെസ്പിറേറ്റർ, കൈകളുടെ സുരക്ഷയ്ക്ക് റബ്ബർ കയ്യുറകൾ, കാലുകൾക്ക് പാദരക്ഷ അഥവാ ഗം ബൂട്ട്സ്, ചർമ്മ സംരക്ഷണത്തിന് ക്രീമോ ഓയിലോ എന്നിവയും കൂടാതെ ഏത് സമയത്തും വെള്ളം ലഭിക്കുവാനുള്ള ഏർപ്പാടും ചെയ്യേണ്ടതാണ്. All suitable measures should be taken to avoid chances of any fire hazard. അതുപോലെ തീപിടിക്കുന്ന വസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടാകുവാനും പാടില്ല. ഇത്രയുമാണ് ലൈം അഥവാ കുമ്മായം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ. സമ്മറി. ഇനി സമ്മറി അഥവാ സംഗ്രഹം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെഫിനിഷൻ ഓഫ് ലൈം. ലൈം അഥവാ കുമ്മായത്തിൻ്റെ നിർവചനം. ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം. പലതരത്തിലുള്ള കുമ്മായം. പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈം. കുമ്മായത്തിൻ്റെ ഗുണവിശേഷങ്ങൾ. മാനുഫാക്ചറിങ് ഓഫ് ലൈം. ലൈമിൻ്റെ നിർമ്മാണം. യൂസസ് ഓഫ് ലൈം. ലൈമിൻ്റെ ഉപയോഗങ്ങൾ. കമ്പാരിസൺ ബിറ്റ്വീൻ ഫാറ്റ് ലൈം ആൻഡ് ഹൈഡ്രോളിക് ലൈം. ഫാറ്റ് ലൈമും ഹൈഡ്രോളിക് ലൈമും തമ്മിലുള്ള താരതമ്യം. ടെസ്റ്റ് ഫോർ ലൈം. ലൈം അഥവാ കുമ്മായത്തിൻ്റെ ടെസ്റ്റ് അഥവാ പരിശോധനകൾ. പ്രിക്വേഷൻസ് ഇൻ ഹാൻഡ്ലിംഗ് ലൈം. ലൈം അഥവാ കുമ്മായം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ എന്നിവയൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ ലൈം അഥവാ കുമ്മായം എന്ന ബിൽഡിംഗ് മെറ്റീരിയലിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞുവെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.